എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ട് പറയാണ്, ഒരു സ്ഥലത്ത് കുറച്ച് ജോലിയുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ ജോലിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇലക്ട്രിക്കൽ പണി അറിയാം, പ്ലംബിങ്ങിൻ്റെ പണി അറിയാം, എന്ത് പണി അറിയാൻ പാടില്ലെന്ന് വെച്ചാൽ എന്തായാലും തൊട്ടൊക്കെ അറിയാം, അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ കുറച്ച് പ്ലംബിങ് പണിയുണ്ട്, അതിങ്ങനെ സെപ്റ്റി ടാങ്ക് ഇങ്ങനെ ബ്ലോക്കായൊക്കെയാണ്, അത് ചിലപ്പോൾ അത് മാന്തണ്ടി വരും, നമുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു കാശ് തരുമോ? പറഞ്ഞു പൈസ കിട്ടും, പൈസ തരും. 500 രൂപ 1000 രൂപ ആണ് ഞാൻ ഇട്ടാണ്. പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു ദിവസം 2000 രൂപ കിട്ടും, പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എത്ര ദിവസം പണിയണം? ഒരു ദിവസം. നമ്മൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്നേഹിതൻ്റെ കൂടെ ആ സ്ഥലത്ത് ചെല്ലണേ. അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് ഒരു വലിയ മലയാള സിനിമയിൽ വലിയ ഇതായിട്ടുള്ള ഒരു ആക്ടറുടെ വീടാണ്. ആക്ടറെ പറയില്ല. അപ്പോൾ അവിടെ ചെല്ലണേ. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റേ അതേ സിനിമയിൽ അഭിനയിച്ച്. ഞാൻ പറഞ്ഞാൽ അതെ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ ജോലിക്ക് വന്നേക്കണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു നമ്മളോട് അദ്ദേഹം അങ്ങനെ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ വൈഫ്, അവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ട്, വൈഫ് പറയണം ഇദ്ദേഹം മറ്റേ സിനിമയിലല്ലേ, അപ്പോൾ എന്ത് ഇതിൽ വന്നേക്കണത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചേക്കാം. എനിക്കതിലൊരു വലിയ നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ വിശക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അരി വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം പറയുകയല്ലത്. മനസ്സിലായി. പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇത്ര സിനിമയിൽ വന്നാൽ, ഇത്ര നാടകത്തിൽ വന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. നമ്മളിപ്പോഴും ഓട്ടോറിക്ഷ, ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വന്നതും ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന ജോലി, ഇപ്പോൾ ചോട്ടുതൊഴിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 25 കൊല്ലം ഞാൻ ചോട്ടുതൊഴിലാളിയായി. ഏറ്റവും നല്ലൊരു നടനാകണം, ഏറ്റവും നല്ല നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ജോലി ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് ഇന്ന ജോലി ചെയ്യണമെന്നില്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജീവിതമാണ് മുമ്പിൽ. പക്ഷേ പലപ്പോഴും നമുക്ക് ഒരു വർക്കിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിൽക്കണം. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഫുള്ളായി നിൽക്കേണ്ടത് കൊണ്ട് ഒരു പക്ഷേ ആ പണിക്ക് പോയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിന് പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങളുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കണതാണ്, നിങ്ങൾ എൻ്റെ വലിയൊരു ചങ്ങാതിയാണെന്ന്. പക്ഷേ ഞാൻ മാത്രം ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കണം.